നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം നഗരസഭയിൽ സ്ഥിരം സമിതിയിലേക്കുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. വികസനം, പൊതുമരാമത്ത്, വിദ്യാഭ്യാസം എന്നീ സ്ഥിരം സമിതികൾ CPIM നേടിയപ്പോൾ ആരോഗ്യം, ക്ഷേമം തുടങ്ങിയ സ്ഥിരം സമിതികൾ കോൺഗ്രസിന് ലഭിച്ചു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൽ മാത്രമാണ് വോട്ടെടുപ്പ് നടന്നത്. ഗുരുവായൂരിൽ വീണ്ടും മോഷണം. കോട്ടപ്പടിയിൽ ആൾതാമസമില്ലാത്ത വീട് കുത്തിത്തുറന്ന് സ്വർണവും പണവും കവർന്നു. മോഷണം നടന്നത് പിള്ളക്കാട് റോഡിൽ ചീരേടത്ത് അഷ്റഫിന്റെ വീട്ടിൽ. പോലീസ് അന്വേഷണം തുടങ്ങി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പിള്ളേര് താലപ്പൊലി ആഘോഷിച്ചു. താലപ്പൊലി സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ആഘോഷത്തിൽ പങ്കെടുത്ത ആയിരങ്ങളാണ് ഭഗവതിയുടെ അനുഗ്രഹം നേടിയത്. ചാലിശ്ശേരിയിൽ നടന്നുവരുന്ന ദേശീയ സരസ് മേള എല്ലാ അർത്ഥത്തിലും വൻ വിജയമെന്ന് മന്ത്രി MP രാജേഷ്. നഗരങ്ങളിലേതിനേക്കാൾ വലിയ ജനമുന്നേറ്റമാണ് ചാലിശ്ശേരി സരസ് മേളയിലേതെന്നും മന്ത്രി. വിശദമായ വാർത്തയിലേക്ക്. കുന്നംകുളം നഗരസഭയിൽ സ്ഥിരം സമിതിയിലേക്കുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. വികസനം, പൊതുമരാമത്ത്, വിദ്യാഭ്യാസം എന്നീ സ്ഥിരം സമിതികൾ CPIM നേടിയപ്പോൾ ആരോഗ്യം, ക്ഷേമം തുടങ്ങിയ സമിതികൾ കോൺഗ്രസിന് ലഭിച്ചു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൽ മാത്രമാണ് വോട്ടെടുപ്പ് നടന്നത്. മണ്ണ് സംരക്ഷണ ഓഫീസർ താര മനോഹരൻ വരണാധികാരിയായിരുന്നു. CPIM-ൽ നിന്നും ആർഷ ജിജു, ഷനോഫ്, രുദ്ര രജീഷ് എന്നിവരും BJP-യിൽ നിന്ന് ഗീത ശശി, രേഷ്മ സുനിൽ, കോൺഗ്രസിൽ നിന്നും ബീന എന്നിവരാണ് വിദ്യാഭ്യാസ സ്ഥിരം സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. വെള്ളിയാഴ്ചയാണ് സ്ഥിരം സമിതി അധ്യക്ഷരുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ധനകാര്യം ഉൾപ്പെടെ 4 സ്ഥിരം സമിതികൾ ഉറപ്പാക്കിയാണ് 18 അംഗങ്ങളുള്ള CPIM തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആരോഗ്യം, ക്ഷേമം എന്നിവ 10 അംഗങ്ങൾ ഉള്ള കോൺഗ്രസും ഉറപ്പിച്ചിട്ടുണ്ട്. യോഗത്തിൽ പങ്കെടുത്ത RMPയുടെ 4 അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ഭരണസമിതിയിൽ 7 അംഗങ്ങളുള്ള BJP വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷസ്ഥാനം ലക്ഷ്യമാക്കി മത്സരിച്ചുവെങ്കിലും 2 പേരെ മാത്രമാണ് വിജയിപ്പിക്കാനായത്. കുന്നംകുളം നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സീറ്റുകളിലേക്ക് CPM കോൺഗ്രസ് അന്തർധാരയെന്ന് BJP. CPM നേടിയ കമ്മിറ്റികളിലേക്ക് കോൺഗ്രസ് അംഗങ്ങൾ മത്സരിക്കാത്തതും കോൺഗ്രസ് നേടിയ കമ്മിറ്റികളിലേക്ക് CPM മത്സരിക്കാത്തതും ഇവർ തമ്മിലുള്ള അന്തർധാര വ്യക്തമായതായി BJP പാർലമെന്ററി പാർട്ടി നേതാവ് ശ്രീജിത്ത് ആവൻ പറഞ്ഞു. 39 അംഗങ്ങളുള്ള കൗൺസിലിൽ ആകെ 18 അംഗങ്ങളാണ് CPM-നുള്ളത്. 10 അംഗങ്ങൾ കോൺഗ്രസിനും 7 അംഗങ്ങൾ BJP-ക്കും RMPക്ക് 4 അംഗങ്ങളുമാണുള്ളത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഗുരുവായൂർ കോട്ടപ്പടിയിൽ ആൾതാമസമില്ലാത്ത വീട് കുത്തിത്തുറന്ന് സ്വർണവും പണവും കവർന്നു. പിള്ളക്കാട് റോഡിൽ ചീരേടത്ത് അഷ്റഫിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. അഷ്റഫും കുടുംബവും 10 ദിവസം മുമ്പ് വിദേശത്തേക്ക് പോയതിനാൽ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മേഖലയിൽ 2 വീടുകളിൽ മോഷണശ്രമം നടന്നത് അറിഞ്ഞ അഷ്റഫ് അയൽവാസിയോട് വീട് ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ അയൽവാസികൾ എത്തിയപ്പോഴാണ് വീടിന് പുറകിലെ വാതിൽ തകർത്തതായി കണ്ടത്. അലമാരയിലെ സാധനങ്ങൾ വാരി വലിച്ചിട്ട് 1/2 പവൻ മോതിരവും 6000 രൂപയുമാണ് മോഷ്ടിച്ചത്. ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം മേഖലയിലെ 2 വീടുകളിലെത്തിയ മോഷ്ടാവ് വിലപിടിപ്പുള്ളതൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ചിരുന്നു. മുഖം മറച്ച് കയ്യുറകൾ ധരിച്ച ഈ മോഷ്ടാവിന്റെ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു. ഇയാളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പിള്ളേര് താലപ്പൊലി ആഘോഷിച്ചു. താലപ്പൊലി സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ആഘോഷത്തിൽ പങ്കെടുത്ത ആയിരങ്ങളാണ് ഭഗവതിയുടെ അനുഗ്രഹം നേടിയത്. പൂജകൾ നേരത്തെ പൂർത്തീകരിച്ച് ക്ഷേത്രനട 11:30 അടച്ച ശേഷമാണ് ചടങ്ങുകൾ തുടങ്ങിയത്. പുറത്തേക്ക് എഴുന്നള്ളിപ്പിൽ കൊമ്പൻ ഇന്ദ്രസൻ ഭഗവതിയുടെ തിടമ്പേറ്റി. ചോറ്റാനിക്കര വിജയൻ, വൈക്കം ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അകമ്പടിയായി. പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിൽ മേളത്തിന്റെ അകമ്പടിയോടെയായിരുന്നു തിരിച്ചെഴുന്നള്ളിപ്പ്. എഴുന്നള്ളിപ്പ് ദീപസ്തംഭത്തിന് മുന്നിൽ എത്തിയതോടെ വെളിച്ചപ്പാട് സുരേന്ദ്രൻ നായർ ചെമ്പട്ടണിഞ്ഞ് ഭഗവതിയുടെ വാളും ചിലമ്പുമായി ഉറഞ്ഞുതുള്ളി പറച്ചിരിഞ്ഞു. ഭക്തജനങ്ങളുടെ വഴിപാടായി നെല്ല്, അരി, മലർ, അവിൽ, പൂവ്, പഴം, ശർക്കര, മഞ്ഞൾ, കുങ്കുമം തുടങ്ങിയ ദ്രവ്യങ്ങൾ നിറച്ച 100 കണക്കിന് പറകളാണ് ഭഗവതിക്കായി ഒരുക്കിയത്. തുടർന്ന് നാഗസ്വരത്തോടെ കുളപ്രദക്ഷിണം പൂർത്തിയാക്കി. രാത്രി പുറത്തേക്കെഴുന്നള്ളിപ്പിന് ശേഷം കളംപാട്ട് നടന്നു.
താലപ്പൊലിയോടനുബന്ധിച്ച് ഭഗവതിക്ക് വാകച്ചാർത്ത്, ദീപാലങ്കാരം, പുഷ്പാലങ്കാരം, വിശേഷാൽ പൂജകൾ എന്നിവയുമുണ്ടായിരുന്നു. താലപ്പൊലി ദിവസം സർവാഭരണ വിഭൂഷിതയായാണ് ഭഗവതി ദർശനം നൽകുന്നത്. താലപ്പൊലിയോടനുബന്ധിച്ച് മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികളും അരങ്ങേറി. ക്ഷേത്രമൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ ഒ.ബി. അരുൺകുമാർ, ക്ഷേത്രം ഡി.എ. പ്രമോദ് കളരിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊയ്ത്ത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടും നെല്ല് സംഭരിക്കാത്തതിനാൽ വലയുകയാണ് പോർക്കുളം പഞ്ചായത്തിലെ വേദക്കാട് പാടശേഖരത്തിലെ കർഷകർ. കൊയ്ത്ത് കഴിഞ്ഞ ചാക്കുകളിലേക്ക് ശേഖരിച്ച് കാവലിരിക്കുകയാണിവർ. പലതവണ പരാതിപ്പെട്ടിട്ടും നെല്ല് സംഭരണം തുടങ്ങിയില്ലെന്ന് കർഷകനായ മധു പുന്നത്തൂർ പറഞ്ഞു. മേഖലയിൽ 150 ഏക്കറോളം പാടത്താണ് കർഷകർ കൃഷിയിറക്കിയത്. രോഗബാധകളെ പ്രതിരോധിച്ചാണ് കർഷകർ മികവ് വിളവ് നേടിയത്. നെല്ല് സംഭരിക്കാത്തത് മൂലം വൻ നഷ്ടമാണ് കർഷകർക്കുണ്ടാകുന്നത്. നെല്ല് സംഭരിക്കാനായി വാടകയ്ക്ക് ടാർപോളിനെടുത്ത ഇനത്തിൽ വൻ തുക കർഷകർക്ക് ചെലവുണ്ട്. സർക്കാരും സപ്ലൈകോ ഉദ്യോഗസ്ഥരും ഇടപെട്ട് നെല്ല് സംഭരണം ഉടൻ ആരംഭിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. നമസ്കാരം. ഞാൻ പോർക്കുളം പഞ്ചായത്തിലെ വേദക്കാട് കുതിരവേലപ്പാടം പാടത്തെ കൃഷിക്കാരനാണ്. ഞങ്ങളിപ്പോൾ ഒരാഴ്ചയിലെ മേലെ കൊയ്ത്ത് കഴിഞ്ഞിട്ടിരിക്കുന്നു. ഇതാ കാണുന്ന നെല്ലൊക്കെ ഒരാഴ്ചയിലെ മേലെ കൊയ്ത്തിട്ടൊക്കെയാണ്. ഇതുവരെയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നെല്ലെടുക്കേണ്ട നടപടി വന്നിട്ടില്ല. സപ്ലൈകോയുടെ ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് നല്ല നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ദിവസം ഓരോരുത്തരും 6-7 ടാർപ്പായാണ് വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. അത് അവർക്ക് ആ വാടക കൊടുക്കണം. അതുപോലെ രാത്രി ഇവിടെ സാമൂഹിക ശല്യങ്ങളുണ്ട്. ഈ നെല്ല് കേടി കിടക്കണം, അതിൻ്റെ മുകളിൽ മദ്യപാനം, ഇതെല്ലാം കൂടി ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് സർക്കാരും സപ്ലൈക്കും കൂടി കൃഷിഭവനും കൂടി ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് കൃഷിക്കാരെ ഈ നെല്ലെടുത്തുകൊണ്ട് ഞങ്ങളുടെ ഈ നഷ്ടത്തിൽ നിന്ന് കരകയറാനുള്ള നടപടി എത്രയും പെട്ടെന്ന് എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. സിനിമാ നടനും സിനിമാ പ്രൊഡക്ഷൻ കൺട്രോളറുമായ കണ്ണൻ പട്ടാമ്പിക്ക് വിട നൽകി നാട്. നിരവധി സിനിമകളിൽ വേഷമിട്ട കണ്ണൻ പട്ടാമ്പി സംവിധായകൻ മേജർ രവിയുടെ സഹോദരനാണ്. പ്രമുഖരടക്കം നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പട്ടാമ്പി ഞാങ്ങാട്ടിരിയിലെ വസതിയിലെത്തിയിരുന്നു. വൃക്ക മാറ്റിവെക്കലിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന സിനിമാ നടനും പ്രൊഡക്ഷൻ കൺട്രോളറുമായ കണ്ണൻ പട്ടാമ്പി കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട്. പുലിമുരുകൻ, പുനരധിവാസം, അനന്തഭദ്രം, ഒടിയൻ, കീർത്തിചക്ര, കാണ്ഡഹാർ തുടങ്ങി ഒട്ടേറെ സിനിമകളിലാണ് വേഷമിട്ടിരുന്നത്. പ്രൊഡക്ഷൻ കൺട്രോളായും പ്രവർത്തിച്ചിരുന്നു. സിനിമാ സംവിധായകൻ മേജർ രവിയുടെ സഹോദരനാണ്. ഷാജി കൈലാസ്, വി.കെ. പ്രകാശ്, സന്തോഷ് ശിവൻ ഉൾപ്പെടെയുള്ള സംവിധായകരുടെ ചിത്രങ്ങളിൽ നിർമ്മാണ നിർവഹണ രംഗത്തും പ്രവർത്തിച്ചിട്ടുണ്ട്. മരണവിവരമറിഞ്ഞ് ചലച്ചിത്ര രംഗത്തെ സാങ്കേതിക പ്രവർത്തകരടക്കം നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ ഞാങ്ങാട്ടിയിലെ വസതിയിലെത്തിയിരുന്നു. മന്ത്രി എം.ബി. രാജേഷും വീട്ടിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. വൈകുന്നേരത്തോടെ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിച്ചു. നിരവധി കേസുകളിൽ പ്രതിയായ മണത്തല സ്വദേശിയെ കാപ്പ നിയമപ്രകാരം നാടുകടത്തി. ബ്ലാങ്ങാട് ബീച്ച് തെരുവത്ത് വീട്ടിൽ മൊയ്തു മകൻ ആട് ഷിഹാബ് എന്ന മുഹമ്മദ് അലി ഷിഹാബിനെയാണ് തൃശൂർ സിറ്റി ജില്ലാ പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖിന്റെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ ACP പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ ചാവക്കാട് ഇൻസ്പെക്ടർ വി വിമൽ തൃശൂർ ജില്ലയിൽ നിന്നും 6 മാസ കാലയളവിൽ നാടുകടത്തിയത്. ചാവക്കാട്, ഗുരുവായൂർ ടെമ്പിൾ, കുന്നംകുളം, വാടാനപ്പള്ളി എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഷിഹാബ്. ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് വിഘാതമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഇനിയും സ്വീകരിക്കുമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ചാലിശ്ശേരിയിൽ നടന്നുവരുന്ന ദേശീയ സരസ് മേള എല്ലാ അർത്ഥത്തിലും വൻ വിജയമെന്ന് മന്ത്രി എം.ബി. രാജേഷ്. നഗരങ്ങളിലേതിനേക്കാൾ വലിയ ജനമുന്നേറ്റമാണ് ചാലിശ്ശേരി സരസ് മേളയിലേത്. ഫുഡ് കോർട്ടിൽ മാത്രം വിറ്റുവരവ് ആദ്യ ദിനം 6,13,400 രൂപയായിരുന്നു. രണ്ടാം ദിനം 13,39,960 രൂപയായി വർദ്ധിച്ചു. ഞായറാഴ്ച മാത്രം 19,63,550 രൂപയുടെ വിറ്റുവരവ് ഫുഡ് കോർട്ടിൽ നടന്നതായും ആകെ വിറ്റുവരവ് 39,16,910 രൂപ കവിഞ്ഞുവെന്നും സരസ് മേളയുടെ വൻ വിജയമാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. മാധ്യമ പ്രവർത്തകർക്കായി സരസ് മേളയുടെ ഫുഡ് കോർട്ടിൽ ഒരുക്കിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ടായിരുന്നു, ഒരു പഞ്ചായത്തിൽ കൊണ്ടുപോയിട്ട് ഇത്രയും വലിയൊരു ദേശീയ മേള നടത്തിയാൽ എന്താവും എന്ന്. ആ ആശങ്ക ഉയർത്തിയവർക്കെല്ലാമുള്ള മറുപടി ആദ്യത്തെ ദിവസം തന്നെ തൃത്താല കൊടുത്തു കഴിഞ്ഞു. ആദ്യത്തെ ദിവസത്തിന്റെ പ്രത്യേകത, സരസ് മേളയുടെ ചരിത്രത്തിൽ ഫുഡ് കോർട്ടില് ഒന്നാം ദിവസം ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടായത് ഇവിടെയാണ്. 13ാമത്തെ സരസ് മേളയാണ്. ഈ 13 മേളയുടെയും ചരിത്രത്തിൽ ഫുഡ് കോർട്ടിൽ ആദ്യ ദിവസത്തെ റെക്കോർഡ് വിൽപ്പന ഇവിടെയാണ് നടന്നത്.
അതിന്റെ ഇരട്ടിയായിരുന്നു രണ്ടാം ദിവസം. മൂന്നാം ദിവസത്തെ കണക്ക് പറഞ്ഞപ്പോൾ അതിനെയും കടത്തി വെട്ടിയെന്നാണ്. ആദ്യ ദിവസത്തെ വിൽപ്പന 6,13,400 രൂപയാണ്. രണ്ടാം ദിവസം 13,39,960 രൂപയുടെ വിൽപ്പനയാണ്. ഇന്നലെ മൂന്നാം ദിവസത്തെ കണക്ക് 19,63,000-ത്തിലധികമാണ്. അപ്പൊ ഇതിനകം തന്നെ ആകെ 39,16,910 രൂപയുടെ വിൽപ്പന ഇവിടെ മാത്രം ഫുഡ് കോർട്ടിൽ മാത്രം ഉണ്ടായി. ഇന്നലെ കുറെ സമയം ഫുഡ് കോർട്ടിന്റെ പ്രവർത്തനം നമുക്ക് നിർത്തിവെക്കേണ്ടി വന്നു, ആളുകൾ തള്ളിക്കയറിയത്. ചാലിശ്ശേരി മുലയമ്പറമ്പ് മൈതാനത്ത് സംഘടിപ്പിച്ച 13ാമത് ദേശീയ സരസ് മേളയിൽ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് പരിമളം പരത്തുകയാണ് മരുത റോഡ് CDSൽ നിന്നുമെത്തിയ നാജു പെർഫ്യൂംസ് യൂണിറ്റ്. 10 വർഷം മുമ്പ് അംബിക അയൽക്കൂട്ട ഓക്സിലറി അംഗമായ ഫമീന എ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി എന്നോണം ചെറിയ രീതിയിൽ ആരംഭിച്ചതാണ് ഈ യൂണിറ്റ്. ഇന്ന് കേരളമൊട്ടാകെ 7ഓളം സരസ് മേളകളിലും മറ്റ് ഇതര സർക്കാർ മേഖലകളിലും ഫമീന പങ്കെടുത്തിട്ടുണ്ട്. വ്യത്യസ്ത ഫ്ലേവറുകളിലുള്ള സുഗന്ധമൂറുന്ന അത്തറുകളും ബോഡി ക്രീമുകളും ബോഡി ലോഷനുകളും അഗർബത്തീസുമാണ് 222ാം സ്റ്റാളിൽ സജ്ജീകരിച്ചിട്ടുള്ള നാജു പെർഫ്യൂംസ് യൂണിറ്റിലെ പ്രധാന ഉൽപ്പന്നങ്ങൾ. ഒപ്പം സുഗന്ധദ്രവ്യങ്ങൾ നിറച്ച കാർബോക്സുകളും സ്റ്റാളിൽ ലഭ്യമാണ്. ഹൈദരാബാദിൽ നിന്നാണ് ഇവർ സുഗന്ധദ്രവ്യങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഡേവിഡ് ഓഫ് എന്ന സുഗന്ധദ്രവ്യത്തിനാണ് സ്റ്റാളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത്. സന്ദർശകരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് വിവിധ സുഗന്ധദ്രവ്യങ്ങൾ കൂട്ടിക്കലർത്തി പുതിയ വെറൈറ്റികളും ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. 50 രൂപ മുതലാണ് പെർഫ്യൂംസിന്റെ വില ആരംഭിക്കുന്നത്. ഫ്രൈഡേ പെർഫ്യൂംസ് എന്ന ഇവരുടെ സ്വന്തം ഇൻസ്റ്റാഗ്രാം പേജ് വഴിയും ഇവർ പെർഫ്യൂംസ് വിപണനം ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് ഫമീന. എൻ്റെ സംരംഭത്തിന്റെ പേര് നാജു പെർഫ്യൂം എന്നാണ്. ഞാൻ വരുന്നത് പാലക്കാടാണ്. എൻ്റെ കയ്യിൽ പെർഫ്യൂംസ് ഐറ്റം ഉണ്ട്, അത്തർ ഐറ്റം ഉണ്ട്. പെർഫ്യൂം ആണെങ്കിൽ നമ്മൾ ലൈവായിട്ട് ചെയ്ത് കൊടുക്കും. പെർഫ്യൂമിന്റെ ക്രീംസും ഉണ്ട്. എന്തൊക്കെ പെർഫ്യൂം വേണോ അതിൻ്റെ അനുസരിച്ചുള്ള ക്രീംസ് ആണ് നമ്മുടെ അടുത്തുള്ളത്. ചിലർക്ക് പെർഫ്യൂം ഇഷ്ടപ്പെടില്ല, അതിന് പകരമാണ് നമ്മൾ ക്രീംസ് ഉപയോഗിച്ചിരിക്കുന്നത്. ലൈവായിട്ട് പെർഫ്യൂം വേണം, അപ്പൊ തന്നെ മേക്ക് ചെയ്യണമെന്ന് അപ്പൊ തന്നെ നമ്മൾ മേക്ക് ചെയ്ത് ലൈവായിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതിൽ കാറിൽ നമ്മൾ ഹാങ് ചെയ്യാനുള്ള എയർ ഫ്രഷ്നർ പോലത്തെ അതും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. വട്ടേനാട് GVHS സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. പടിഞ്ഞാറങ്ങാടി കൂനമൂച്ചി സ്വദേശിനി 11 വയസ്സുള്ള ആയിഷ ഹൈഫയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. കുട്ടിയുടെ മാതാവും സഹോദരിയും പുറത്തുപോയ സമയത്തായിരുന്നു സംഭവം നടന്നത്. എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. പിതാവ് പുളിക്കൽ അലിമോൻ വിദേശത്താണ്. മൃതദേഹം എടപ്പാളിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പഴഞ്ഞി കോട്ടോലിൽ 28കാരിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പഴഞ്ഞി കോട്ടോൽ സ്വദേശി കാടാമ്പുള്ളി വീട്ടിൽ ഗണേശന്റെ ഭാര്യ 28 വയസ്സുള്ള മനീഷയാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി 9:30യോടെയായിരുന്നു സംഭവം. വീട്ടിലെ മുറിയിലാണ് യുവതി തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടത്. പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന മൃതദേഹം സംസ്കരിക്കും. പെങ്ങാമുക്ക് കരിച്ചാൽക്കടവ് സ്വദേശിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വാഴപ്പള്ളി വീട്ടിൽ ഗംഗാധരന്റെ മകൻ 40 വയസ്സുള്ള ബിനുവാണ് മരിച്ചത്. ഞായറാഴ്ചയാണ് സംഭവം. വീട്ടിലെ കിടപ്പുമുറിയിൽ പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് യുവാവിനെ കണ്ടത്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം സംസ്കരിച്ചു. ചങ്ങരംകുളം മൊതലൂരിൽ കാണാതായ യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പടിഞ്ഞാറ്റുമുറിയിൽ താമസിക്കുന്ന കൊടക്കാട്ടുവളപ്പിൽ ചന്ദ്രന്റെ മകൻ 24 വയസ്സുള്ള ഷിജു കൃഷ്ണനെയാണ് വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വകാര്യ ബസ്സിൽ ജീവനക്കാരനായിരുന്ന ഷിജു കൃഷ്ണനെ കഴിഞ്ഞ ദിവസം മുതൽ കാണാതാവുകയായിരുന്നു. നാട്ടുകാർ തെരഞ്ഞെങ്കിലും കണ്ടെത്താനാകാത്തതോടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് അന്വേഷണം തുടരുന്നതിനിടെയാണ് കാലത്ത് 10 മണിയോടെ സ്വന്തം വീടിന് പുറകിലുള്ള കിണറ്റിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. താഴ്ച കൂടുതലുള്ള കിണറ്റിൽ വെള്ളം കുറവായിരുന്നു. കുന്നംകുളം ഫയർഫോഴ്സും ചങ്ങരംകുളം പോലീസും സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്ത് മൃതദേഹ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി സംസ്കാരം നടത്തി. ചൊവ്വന്നൂർ സ്വദേശിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചൊവ്വന്നൂർ ചെമ്മന്തിട്ട സ്വദേശി ചെമ്മന്തിട്ട വീട്ടിൽ സുബ്രഹ്മണ്യന്റെ മകൻ 31 വയസ്സുള്ള ശരത്താണ് മരിച്ചത്. വൈകിട്ട് 4:30യോടെയായിരുന്നു സംഭവം. വീട്ടിലെ മുറിയിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ട് യുവാവിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും
മരണം സംഭവിച്ചിരുന്നു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സംസ്കാരം നടത്തി. അവിവാഹിതനാണ് പരേതൻ. ചാവക്കാട് ദ്വാരക ബീച്ചിൽ ശക്തമായ കാറ്റിൽ സമീപത്തെ വീട്ടുവളപ്പിൽ നിന്നിരുന്ന മരം വീണ് 7 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു. തലനാരിഴയ്ക്കാണ് വലിയ അപകടം ഒഴിവായത്. രാവിലെ ഉണ്ടായ കാറ്റിലാണ് വീട്ടുവളപ്പിലെ വലിയ വാഗമരം റോഡിലേക്ക് വീണത്. ഈ സമയം റോഡിൽ ആരും ഇല്ലാത്തതിനാൽ അപകടം ഒഴിവായി. വൈദ്യുതി കമ്പിയിലേക്ക് വീണതോടെ ഹൈ ടെൻഷൻ വൈദ്യുതി പോസ്റ്റുകളാണ് ഒടിഞ്ഞത്. ഇതോടെ പ്രദേശത്തെ വൈദ്യുതി ബന്ധം താറുമാറായി. വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാൻ KSEB അധികൃതർ പരിശ്രമത്തിലാണ്. SFI ജില്ലാ വൈസ് പ്രസിഡന്റായിരിക്കെ രക്തസാക്ഷിത്വം വരിച്ച MB ബിജേഷിന്റെ സ്മരണയ്ക്കായി നൽകുന്ന എൻഡോമെന്റ് വിതരണം പഴഞ്ഞിയിൽ നടന്നു. UAEയിലെ കുന്നംകുളത്തുകാരുടെ കൂട്ടായ്മയായ സമത കുന്നംകുളമാണ് 10,000 രൂപയും മൊമെന്റോയും അടങ്ങുന്ന പുരസ്കാരം ബിജേഷ് പഠിച്ചിരുന്ന പഴഞ്ഞി MD കോളേജിലെ മാത്സ് വിഭാഗത്തിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്ക് നൽകുന്നത്. അസ്ന അബ്ബാസിനാണ് ഇക്കുറി എൻഡോമെന്റ് നൽകിയത്. കോളേജിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനവും മൊമെന്റോ വിതരണവും കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം M ബാലാജി നിർവഹിച്ചു. സമത പ്രസിഡന്റ് UV അനിൽകുമാർ അധ്യക്ഷനായി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് മാത്യു, HOD അഞ്ജു ബാബു, പുരസ്കാരത്തിന് അർഹയായ അസ്ന അബ്ബാസ്, ബിജേഷിന്റെ സഹോദരൻ AB ബിനേഷ്, സമത സെക്രട്ടറി KP പ്രവീൺ, ട്രഷറർ UK രഘുനാഥൻ എന്നിവർ സംസാരിച്ചു. മണത്തല സ്കൂൾ ബസിന് പുതുജീവൻ. ഇനി കുട്ടികൾക്ക് ആവേശയാത്ര. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ കൂട്ടായ്മയിലാണ് ബസിന് പുനർജീവനേകിയത്. വർഷങ്ങളായി കട്ടപ്പുറത്തിരുന്ന മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബസ് ഇന്ന് വീണ്ടും നിരത്തിലിറങ്ങി. മണത്തല ഓൾഡ് സ്റ്റുഡന്റ് അസോസിയേഷന്റെ കൂട്ടായ്മയിലാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് ബസിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയത്. കാലപ്പഴക്കത്താൽ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ബസ് പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇച്ഛാശക്തിയോടെ നവീകരിച്ച് തിങ്കളാഴ്ച സ്കൂളിനായി സമർപ്പിക്കുകയായിരുന്നു. മുനിസിപ്പൽ ചെയർമാൻ AH അക്ബർ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. വാഹനത്തിന്റെ പുതുക്കിയ രേഖകൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ബൈജു തെക്കൻ PTA പ്രസിഡന്റ് മുബാറക്കിന് കൈമാറി. സ്കൂൾ പ്രിൻസിപ്പാൾ, ഹെഡ് മിസ്ട്രസ്, മറ്റ് അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സ്കൂളിലെ കുട്ടികളുടെ യാത്രാക്ലേശം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ മാസങ്ങളോളം നീണ്ട പരിശ്രമമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായതെന്ന് OSA ഭാരവാഹികൾ അറിയിച്ചു. ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഗ്രൂപ്പിൽ ഏകദേശം 900ഓളം അംഗങ്ങൾ സജീവമായുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇനിയും സമാനമായ രീതിയിൽ സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഭാരവാഹികളായ നസീർ മടപ്പേൻ, ബൈജു തെക്കൻ, ഫിർഖാനുദ്ദീൻ ചാവക്കാട്, സുരേഷ് പാലക്കൽ, PK അഷ്റഫ് മണത്തല, മനാഫ് മണത്തല, ഹനീഫ, നിസാർ അലി എന്നിവർ അറിയിച്ചു. ചാവക്കാട് കൺസോൾ മെഡിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പുതുവത്സര സാന്ത്വന സംഗമം ചെയർമാൻ AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. കൺസോൾ വൈസ് പ്രസിഡന്റ് ഹക്കിം ഇംബാർക്ക് അധ്യക്ഷത വഹിച്ചു. മറൈൻ വേൾഡ് അക്വേറിയം ചെയർമാൻ RO ഇസ്മായിൽ മുഖ്യാതിഥിയായിരുന്നു. ട്രസ്റ്റി CM ജനീഷ് കൺസോളിന്റെ വെബ് ആപ്പ് ഡിജിറ്റൽ സംവിധാനത്തെക്കുറിച്ച് വിശദീകരിച്ചു. കൺസോൾ UAE കോർഡിനേറ്റർ മുബാറക് ഇംബാർക്ക്, കരീം താമരത്ത്, MK നൌഷാദ് അലി, അനീഷ് പാലയൂർ, റാഫി പിള്ളക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി K ഷംസുദ്ദീൻ സ്വാഗതവും ട്രഷറർ V കാസിം നന്ദിയും പറഞ്ഞു. ഡയാലിസിസ് കൂപ്പൺ വിതരണത്തിന് ശേഷം സംഗീത വിരുന്നും നടന്നു. ആളൂർ യുവജന സമാജം വായനശാലയുടെ പ്ലാറ്റിനം ജൂബിലി സാംസ്കാരിക സമ്മേളനത്തിന്റെ സമാപന യോഗം നടന്നു. കലന്തിക എന്ന പേരിൽ വായനശാല ഹാളിൽ നടന്ന സമാപന യോഗം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ഡോക്ടർ വടക്കുംപാട്ട് നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗം വിനു ജോൺസൺ, വായനശാല സെക്രട്ടറി AV ഗംഗാധരൻ മാസ്റ്റർ, ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രതിനിധി PR സത്യപാലൻ എന്നിവർ സംസാരിച്ചു. MLA മുരളി പെരുന്നെല്ലി, പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, പഞ്ചായത്ത് അംഗം വിനു ജോൺസൺ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കുന്നംകുളം സീഡ് സംഘടനയുടെ സിൽവർ ജൂബിലിയും ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളും സംഘടിപ്പിച്ചു. സീഡ് ഓഫീസ് ഹാളിൽ തൃശൂർ ദേവമാത CBSE ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോയ്സ് എലുവത്തിങ്കൽ CMI സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സീഡ് ഡയറക്ടർ ഫാദർ രഞ്ജിത്ത് അത്താണിക്കൽ CMI അധ്യക്ഷത വഹിച്ചു. സീഡ് രക്ഷാധികാരി ഫാദർ ബിജു കോലങ്കണ്ണി CMI അനുഗ്രഹ പ്രഭാഷണം നടത്തി. സീഡ് മോഡറേറ്ററും ക്രിസ്തു ജ്യോതി കോൺവെന്റ് സുപ്പീരിയറുമായ സിസ്റ്റർ ഹിത സംസാരിച്ചു. സമ്മേളനത്തിൽ ആദ്യകാല പ്രവർത്തകരെ ആദരിച്ചു. സീഡ് പ്രസിഡന്റ് MT പോൾസൺ സ്വാഗതവും സീഡ് വനിതാ വിഭാഗം പ്രസിഡന്റ് ജാൻസി ആന്റോ നന്ദിയും പറഞ്ഞു. ആര്യമ്പാടം EKN ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ CM അബ്ദുള്ള മാസ്റ്റർ സ്മാരക അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ്
2026 സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. MLA AC മൊയ്തീൻ ചടങ്ങിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നടത്തി. സർവോദയം സ്കൂളിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. MR അനൂപ് കിഷോർ, കണ്ണൻ, കൗൺസിലർമാരായ ബിജു ഇഗ്നേഷ്യസ്, PG സനീഷ്, VB പീതാംബരൻ, ഡോൺ ബോസ്കോ, EKN ഗ്രന്ഥശാല ഭാരവാഹി MS വിനോദ്, TR രാജൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കണം. എല്ലാ പഞ്ചായത്തിലും ഒരു ഗ്രൗണ്ടെങ്കിലും ഉണ്ടാകണം എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ കുറേയേറെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നു. പൊതുസ്ഥലങ്ങൾ കുറഞ്ഞു വരിക, പൊതുപരിപാടികൾ കുറഞ്ഞു വരിക എന്നൊരു സ്ഥിതി നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ തമ്മിലുള്ള സൗഹൃദം പോലും ഇല്ലാതെയാക്കുന്ന രീതിയിലേക്ക് ഇങ്ങനെയുള്ള അതില്ലാതെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിനകത്തേക്ക് തന്നെ ഒതുങ്ങി കൂടുക എന്നുള്ള സ്ഥിതിയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. സഖാവാത്തുള്ളയുടെ പേരിലാവുമ്പോൾ പ്രത്യേകിച്ചും ഈ നാടിൻ്റെ സാംസ്കാരിക മേഖലയിൽ നല്ലപോലെ ഇടപെടുന്ന ഒരാളാണ്. ഈ മേളയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അമൃത ഭാരതത്തിന് ആദർശ ബാല്യം സുഹൃതം കേരളം എന്ന സന്ദേശം ഉയർത്തി കന്യാകുമാരി മുതൽ ഗോകർണം വരെ ബാലഗോകുലം സംഘടിപ്പിക്കുന്ന സുവർണ ജയന്തി കലായാത്രയ്ക്ക് പുന്നൂർകുളത്ത് ആൽത്തറയിൽ സ്വീകരണം നൽകി. സാംസ്കാരിക സമ്മേളനം നാടൻപാട്ട് കലാകാരൻ മണികണ്ഠൻ പെരുമ്പടപ്പ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ രാജേഷ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം നാരായണൻ നമ്പൂതിരി വിശിഷ്ടാതിഥിയായി. ബാലഗോകുലം ജില്ലാ കാര്യദർശി PK ശിവദാസൻ മാസ്റ്റർ മുഖ്യ സന്ദേശം നൽകി. പുന്നൂർകുളം ഖണ്ഡ് സംഘചാലക് TP ഉണ്ണി, രാധ വത്സല, ബാലഗോകുലം ജില്ലാ ഉപാധ്യക്ഷൻ KM പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. ബാലഗോകുലം താലൂക്ക് അധ്യക്ഷൻ T അശോകൻ സ്വാഗതവും താലൂക്ക് കാര്യദർശി KM മധു നന്ദിയും പറഞ്ഞു. ജിതേഷ് വയലത്തൂർ, PS ശ്രീലക്ഷ്മി, സൂരജ് പഷ്ണത്ത്, MG സുരേഷ്, മകുഴി ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് SDPI ഫാസിസ്റ്റ് കൂട്ടുകെട്ടിനെതിരെ CPIM സംഘടിപ്പിച്ച പഞ്ചായത്ത് തല രാഷ്ട്രീയ വിശദീകരണ ജാഥ സമാപിച്ചു. ഞായറാഴ്ച കല്ലഴിക്കുന്നിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ജാഥ ക്യാപ്റ്റൻ KK സതീശന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലൂടെയും പ്രചരണം നടത്തി ജാഥ വൈകിട്ട് മാന്തോപ്പിൽ സമാപിച്ചു. സമാപന സമ്മേളനം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി EH മിറാഷ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, MV പ്രശാന്ത്, KP സുരേന്ദ്രൻ, സുജിഷ മനീഷ്, MA ഷാഫി എന്നിവർ സംസാരിച്ചു. SDPI ഉയർത്തുന്ന ആശയത്തിനോട് KPCCയും വിയോജിപ്പ് പ്രകടിപ്പിച്ചതാണ്. അത് തീവ്രവാദത്തിൻ്റെതാണ്. ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായി ചിത്രീകരിച്ച് അതിനെ വൈകാരികമായി പെട്ടെന്ന് ഇടപെടുന്ന ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് പള്ളികളെയും മതസ്ഥാപനങ്ങളെയും പ്രയോജനപ്പെടുത്തി മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് പതുക്കെ പതുക്കെ കൊണ്ടുപോകുന്ന ആളുകളാണ് SDPI എന്ന് ഞങ്ങൾ മാത്രമല്ലല്ലോ പറഞ്ഞ് കോൺഗ്രസിന്റെ നേതാക്കൾ പ്രസംഗിച്ചിട്ടുണ്ട്. കുന്നംകുളം സെന്റ് തോമസ് കിഴക്കേ പുത്തൻപള്ളി സൺഡേ സ്കൂളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് കത്തിച്ചു പിടിച്ച മെഴുകുതിരികളുമായി നവാഗതരെ വരവേറ്റു. ഇടവക വികാരി ഫാദർ TC ജേക്കബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജൂബിലി ഷെറിൻ മുഖ്യ സന്ദേശം നൽകി. അസിസ്റ്റന്റ് HM PC മാഗി ആമുഖ പ്രഭാഷണം നടത്തി. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. വെനിസ്വേലയിലെ അമേരിക്കൻ അധിനിവേശത്തിൽ പ്രതിഷേധിച്ച് CPI കുന്നംകുളം മുനിസിപ്പൽ കമ്മിറ്റി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കോലം കത്തിച്ചു. വെനിസ്വേലയിലെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി കുന്നംകുളം സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത് ഉദ്ഘാടനം ചെയ്ത ശേഷം ട്രംപിന്റെ കോലം കത്തിച്ചു. CPI ജില്ലാ കൗൺസിൽ അംഗം KT ഷാജൻ മാസ്റ്റർ, ലോക്കൽ സെക്രട്ടറി രഞ്ജൻ മാത്യു, PK രവീന്ദ്രൻ, TK മനോജ് കുമാർ, ജോജു വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കിടപ്പിലായ വിദ്യാർത്ഥികൾക്കായി ഗുരുവായൂരിൽ നടക്കുന്ന ബഡ്സ് ഓഫ് ഫരിഷ്ത ക്യാമ്പ് ശ്രദ്ധേയമായി. ചാവക്കാട് BRC ഉൾച്ചേരൽ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകി വരുന്ന ശയ്യാലംബരായ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി നടത്തുന്ന ബഡ്സ് ഓഫ് ഫരിസ്ത എന്ന് നാമകരണം ചെയ്ത ദ്വിദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചത്. ഗുരുവായൂർ ഹോം സ്റ്റേയിൽ രാവിലെ 10-ന് നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. 28 വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടങ്ങുന്ന 50ഓളം പേർക്കുവേണ്ടി നടത്തുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ 34-ാം വാർഡ് കൗൺസിലർ VS നവനീത് അധ്യക്ഷത വഹിച്ചു.
സമഗ്ര ശിക്ഷ കേരളം ജില്ലാ പ്രോഗ്രാം ഓഫീസർ KB ബ്രിജി പദ്ധതി വിശദീകരണം നടത്തി. ഗുരുവായൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സതീഷ് കുമാർ മുഖ്യാതിഥിയായി. ചാവക്കാട് BRC പ്രോഗ്രാം കോർഡിനേറ്റർ സംഗീത MT, ഗുരുവായൂർ ഹോം സ്റ്റേ ഉടമ റിട്ടയർഡ് അധ്യാപകൻ PD ഷാജൻ, ദ്വിദിന സഹവാസ ക്യാമ്പ് കോർഡിനേറ്റർ ജീന ജോൺ എന്നിവർ സംസാരിച്ചു. അരമണിക്കൂർ ദൈർഘ്യമേറിയ ഉദ്ഘാടനത്തിനു ശേഷം വൈവിധ്യമാർന്ന സർഗാത്മക ശേഷി വികസിപ്പിക്കാനുതകുന്ന പരിശീലനങ്ങളും പ്രവർത്തനങ്ങളും നടന്നു. ക്യാമ്പ് നാളെ സമാപിക്കും. CITU കണ്ടാണശ്ശേരി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ CITU ഏരിയ പ്രസിഡന്റ് MN മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കോർഡിനേഷൻ കമ്മിറ്റി അംഗം MV സന്തോഷ് അധ്യക്ഷനായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളായ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK സുദീപ, 4ാം വാർഡംഗം സൗമ്യ ധനൻ എന്നിവരെ MN മുരളീധരൻ മൊമെന്റോ നൽകി ആദരിച്ചു. കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ C അംബികേശൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രമിത സജീവൻ, TK ഗിരിജ, റെൻസൺ ഇമ്മട്ടി, AN സജീവൻ എന്നിവർ സംസാരിച്ചു. മുതുവട്ടൂർ മഹല്ല് വിദ്യാഭ്യാസ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചു. 2025 വർഷത്തിൽ SSLC മുതൽ പ്രൊഫഷണൽ തലം വരെയുള്ള പരീക്ഷകളിലും മദ്രസ പരീക്ഷകളിലും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും സൗത്ത് ഇന്ത്യൻ കരാട്ടെ മത്സരത്തിൽ സിൽവർ മെഡൽ നേടിയ അസീം കമറുദ്ദീൻ, കിക്ക് ബോക്സിംഗ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ നേടിയ AR മുഹമ്മദ് റാസിൻ, കേരള സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ റിലേ മത്സരത്തിൽ വിജയിച്ച മുഹമ്മദ് റയ്യാൻ, ജില്ലാ ശാസ്ത്രമേളയിൽ പ്രവൃത്തി പരിചയ ശബ്ദ പരീക്ഷണത്തിൽ സമ്മാനാർഹയായ സാറ ഫാത്തിമ, ഹിക്മ ടാലന്റ് സെർച്ച് സംസ്ഥാനതല പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ മുഹമ്മദ് ജുസൈർ, ഖുറാൻ സ്റ്റഡി സെന്ററിന്റെ ജില്ലാതല പരീക്ഷയിൽ 1ാം റാങ്കിന് അർഹരായ ഹസീന അക്ബർ, PM നർഗീസ് എന്നിവരെയാണ് അനുമോദിച്ചത്. ചാവക്കാട് LR തഹസീൽദാർ CR ജാസൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. ചിത്രകാരനും നോവലിസ്റ്റുമായ ഗായത്രി സമ്മാനദാനം നിർവഹിച്ചു. മഹല്ല് ഖാസി VI സുലൈമാൻ അസ്ഹരി സന്ദേശം നൽകി. മഹല്ല് പ്രസിഡന്റ് A അബ്ദുൽ ഹസീബ് അധ്യക്ഷനായി. മഹല്ല് ട്രഷറർ TS നിസാമുദ്ദീൻ, മഹല്ല് വിദ്യാഭ്യാസ സമിതി കൺവീനർ ഫൈസൽ പേരകം, ഇമാം സക്കീർ ഹുസൈൻ, മഹല്ല് ജോയിന്റ് സെക്രട്ടറി PM അബ്ദുൽ ഹബീബ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി PV ഉസ്മാൻ, RV അബ്ദുൾ റഷീദ്, PK മുഹമ്മദ് ഷെരീഫ്, MP ബഷീർ, ഷംസുദ്ദീൻ ഷിംന തുടങ്ങിയവർ നേതൃത്വം നൽകി. വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി ക്ഷേത്ര ശ്രീകോവിൽ നിർമ്മാണത്തിനായുള്ള തേക്ക് മരം സമർപ്പണം നടന്നു. സമർപ്പണ ചടങ്ങിൽ ക്ഷേത്രം മേൽശാന്തി ശ്രീ വൈകുണ്ഠ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്, പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അമ്പക്കാട്ട്, സെക്രട്ടറി ശിവദാസൻ വടുതല, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ശ്രീരാമൻ, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ തുടങ്ങി ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും മാതൃസമിതി അംഗങ്ങളും തേക്കുമരം ഏറ്റുവാങ്ങി. ചടങ്ങുകൾക്ക് ഒട്ടനവധി ഭക്തജനങ്ങൾ പങ്കാളികളായി. വെനസ്വേല ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി CPIM കണ്ടാണശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ പൊതുയോഗം സംഘടിപ്പിച്ചു. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ കടന്നാക്രമണത്തിലും വെനസ്വേല പ്രസിഡന്റ് മദുറയെയും കുടുംബത്തെയും ബന്ദിയാക്കിയ നടപടിയിലും പ്രതിഷേധിച്ചും അമേരിക്കൻ സാമ്രാജ്യത്വ നിലപാടിനെതിരെ പൊരുതുന്ന വെനസ്വേല ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും ചൊവ്വലൂരിൽ സംഘടിപ്പിച്ച പൊതുയോഗം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയും CPIM ജില്ലാ കമ്മിറ്റി അംഗവുമായ ഉഷ പ്രഭുകുമാർ ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി ലോക്കൽ സെക്രട്ടറി MV സന്തോഷ് അധ്യക്ഷനായി. CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം PA മുസ്തഫ, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും CPIM ലോക്കൽ കമ്മിറ്റി അംഗവുമായ MP സജീബ്, ലോക്കൽ കമ്മിറ്റി അംഗവും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ വിനു ജോൺസൺ, ലോക്കൽ കമ്മിറ്റി അംഗം PM സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. പാർട്ടി അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊട്ടിലിൽ ആയിഷയുടെ വീട്ടിൽ പിറന്നത് വേറിട്ട ആട്ടിൻകുഞ്ഞ്. ഒരു കണ്ണും മൂക്കുമില്ല എന്നതാണ് പ്രത്യേകത. അകലാട് മുന്നേനിക്ക് കിഴക്കുഭാഗം താമസിക്കുന്ന ആയിഷയുടെ മലബാറി ഇനത്തിൽപ്പെട്ട ആടാണ് ഞായറാഴ്ച രാത്രിയിൽ പ്രസവിച്ചത്. ഒരു കൊറ്റൻ, ഒരു പെൺ എന്നിങ്ങനെ 2 കുഞ്ഞുങ്ങൾക്കാണ് ജന്മം നൽകിയത്. ഇതിൽ പെൺകുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. ആടിന്റെ 3ാമത്തെ പ്രസവമായിരുന്നു ഇത്. ഒരു കണ്ണ് മാത്രമാണ് നെറ്റിയിലുള്ളത്. ശ്വസനേന്ദ്രിയവുമില്ല. എണീറ്റ് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിൽക്കാൻ കഴിയുന്നില്ല. വെറ്റിനറി ഡോക്ടറെ വിവരം അറിയിച്ചു. മനസ്സ് വിധവാ സംഘം ക്രിസ്മസ് പുതുവത്സരാഘോഷം ജീവകാരുണ്യ പ്രവർത്തക സത്യഭാമ വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. മനസ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ജയപ്രകാശ് എലവന്ത്ര അധ്യക്ഷത വഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തകനായ വിശ്വനാഥൻ ചുള്ളിയിൽ മുഖ്യാതിഥിയായി. മനസ്സ് വിധവാ സംഘം കൺവീനർ സുനിത ഷൈജൻ, പ്രസിഡന്റ് കുമാരി ടി ചന്ദ്രൻ, ഓഫീസ് സെക്രട്ടറി ദിവിത കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. കാണിപ്പയ്യൂർ, തൃശൂർ പഴയ റോഡ്, പനങ്ങാട്ട് ബിൽഡിംഗിലായിരുന്നു ആഘോഷം.
SDPI ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷാൻ അനുസ്മരണ സമ്മേളനവും കൺവെൻഷനും സംഘടിപ്പിച്ചു. SDPI മുനിസിപ്പൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ കമ്മിറ്റി ട്രഷറർ യഹിയ മന്ദലാകുന്ന് നിർവഹിച്ചു. മുനിസിപ്പൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ദിലീപ് അത്താണി അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ജോയിന്റ് സെക്രട്ടറി ഹംസക്കോയ സംസാരിച്ചു. മുനിസിപ്പൽ സെക്രട്ടറി ഹാരിസ് ബീച്ച് സ്വാഗതവും നസീബ് പുന്ന നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 12,670 രൂപ, പവന് 1,01,360 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 250 രൂപ. ചരമം കോട്ടോൽ കമ്മാളമുറിയിൽ കുഞ്ഞുമോൻ നിര്യാതനായി. 77 വയസ്സായിരുന്നു. ഖബറടക്കം കോട്ടോൽ ഖബർസ്ഥാനിൽ നടത്തി. സുബൈദ ഭാര്യയും നൌഷാദ്, നൌഷജ, നിഷാദ് എന്നിവർ മക്കളുമാണ്. തയ്യൂർ തട്ടാൻ വീട്ടിൽ ബാലകൃഷ്ണൻ ഭാര്യ കൗസല്യ നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ലളിത, തിലകം, പ്രേമലത, ശശികുമാർ, സുരേഷ് ബാബു, ജയപ്രകാശ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളം നഗരസഭയിൽ സ്ഥിരം സമിതിയിലേക്കുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. വികസനം, പൊതുമരാമത്ത്, വിദ്യാഭ്യാസം എന്നീ സ്ഥിരം സമിതികൾ CPIM നേടിയപ്പോൾ ആരോഗ്യം, ക്ഷേമം തുടങ്ങിയ സ്ഥിരം സമിതികൾ കോൺഗ്രസിന് ലഭിച്ചു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൽ മാത്രമാണ് വോട്ടെടുപ്പ് നടന്നത്. ഗുരുവായൂരിൽ വീണ്ടും മോഷണം. കോട്ടപ്പടിയിൽ ആൾതാമസമില്ലാത്ത വീട് കുത്തിത്തുറന്ന് സ്വർണവും പണവും കവർന്നു. മോഷണം നടന്നത് പിള്ളക്കാട് റോഡിൽ ചീരയെടുത്ത അഷ്റഫിന്റെ വീട്ടിൽ. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പിള്ളേര് താലപ്പൊലി ആഘോഷിച്ചു. താലപ്പൊലി സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ആഘോഷത്തിൽ പങ്കെടുത്ത് ആയിരങ്ങളാണ് ഭഗവതിയുടെ അനുഗ്രഹം നേടിയത്. ചാലിശ്ശേരിയിൽ നടന്നുവരുന്ന ദേശീയ സരസ് മേള എല്ലാ അർത്ഥത്തിലും വൻ വിജയമെന്ന് മന്ത്രി MB രാജേഷ്. നഗരങ്ങളിലേതിനേക്കാൾ വലിയ ജനമുന്നേറ്റമാണ് ചാലിശ്ശേരി സരസ് മേളയിലേതെന്നും മന്ത്രി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.